മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് ഈ സംഭാഷണം. കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജുവുമായുള്ള ഈ സംഭാഷണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക ഭൂപടം ഏതൊക്കെ നിലയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അത് ദീർഘകാലത്തേക്കുള്ള ഒരു വലിയ നിക്ഷേപമാക്കി അതിനെ മാറ്റാൻ, അതിൻ്റെ സാധ്യതകൾ ഒരിക്കലും മങ്ങാതെ നിലനിൽക്കാൻ എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് 5 വർഷത്തിന് ശേഷം പിൻവാങ്ങുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കേരളം വ്യാവസായികമായി എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്ന് മുട്ടി നിന്ന പല പ്രതിസന്ധികളെയും വളരെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ, പരിപ്രേക്ഷ്യങ്ങളുടെ മാറ്റിയെഴുതലുകളിലൂടെ മറികടക്കാൻ കഴിഞ്ഞ 5 വർഷം കൂടിയാണ് പിന്നിടുന്നത്. ഒരുപക്ഷെ 5 എന്നത് 2 LDF സർക്കാരിൻ്റെ കാലയളവും കൂടി ചേർത്താൽ അതൊരു 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള പരിശ്രമമാണ് എന്നുകൂടി പറയേണ്ടി വരും. അതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, അത് എത്രത്തോളം സുസ്ഥിരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വെൽക്കം മിസ്റ്റർ. എൻ്റെ ആദ്യത്തെ ചോദ്യം, നമുക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങേണ്ട സമയമായി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് ഈ മൗലികമായ ഒരു മാറ്റം, അത് എത്ര കണ്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, ഏറ്റവും പ്രതീക്ഷ നൽകുന്നതും എന്നാൽ ഇനിയൊരു സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തതുമായ മൗലികമായ ഒരു മാറ്റം എടുത്തു പറഞ്ഞാൽ അതെന്തായിരിക്കും? അതിലേറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഒരു കുറവെന്നുള്ളത് ഒരു ഡീപ്പ് റൂട്ടഡ് പ്രിസംഷനായിരുന്നു. ഇവിടെ ഒരു സംരംഭവും സാധ്യമാവില്ല. ആ ഒരു പ്രിസംഷൻ മാറ്റലായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ നിങ്ങളുടെ സംഭാവന നന്നായിട്ടുണ്ട്, മാധ്യമങ്ങളുടെ പൊതുവായിട്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചുമതലെടുക്കുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമത്തെ റാങ്കായിരുന്നു. അന്ന് ഈ റാങ്കിങ്ങിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. കാരണം ഇതിന് മുൻപുള്ള ഗവൺമെൻറ് LDF ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അവർ നടത്തിയ പരിഷ്കാരങ്ങൾ, ലെജിസ്ലേറ്റീവായിട്ടുള്ള സ്റ്റെപ്സ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു 1ാം പിണറായി ഗവൺമെൻറ്. അപ്പോൾ അതനുസരിച്ച് റിഫോമിൽ നോക്കുകയാണെങ്കിൽ 10നും 15നും ഇടയിലായിരുന്നു കേരളത്തിന് റാങ്ക് കിട്ടേണ്ടിയിരുന്നത്. ഇപ്പം എന്തുകൊണ്ട് കേരളം 28ലേക്ക് എത്തി? ഇതാണ് ഞങ്ങൾ ആദ്യം നോക്കിയ ഭാഗം. അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു മാധ്യമവും ഇതുവരെ പറയാത്ത കാര്യമാണ്, ഈ റാങ്കിങ് 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾ 90% പരിഷ്കാരം നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ ടു ദ ടോപ്പ് അച്ചീവർ റാങ്ക്. ഈ യൂണിയൻ മിനിസ്ട്രി 1-2 ഏജൻസീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ സാമ്പിൾ വിളിക്കും. ഒന്നാമത് കേരളത്തിൽ പരിചയമില്ലാത്ത ആൾ വിളിക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർ ഒന്നാമത് എടുക്കില്ല. 2-3 തവണ എടുത്തില്ലെങ്കിൽ അവർ അത് അങ്ങനെ നോട്ട് ചെയ്യാം. ചിലപ്പോൾ ഹിന്ദിയിലാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കില്ല. പിന്നെ എത്ര നന്നായി അനുഭവമുള്ള ആളാണെങ്കിലും മലയാളിയുടെ പൊതു സ്വഭാവം അനുസരിച്ച് നെഗറ്റീവായിട്ടോ പറയുള്ളൂ. ലക്ഷദ്വീപിന് 15ാം സ്ഥാനം കിട്ടി. അന്ന് ലക്ഷദ്വീപിൽ ഒരു ഇൻഡസ്ട്രി ഇല്ല. അപ്പം ഞങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് കേന്ദ്രത്തിന് കത്തെഴുതി, നിങ്ങൾ ഈ 100% സബ്ജക്റ്റീവായിട്ടുള്ള തെറ്റാണ്, അത് മാറ്റണം. ആ റാങ്കിങ്ങിനെ കുറിച്ച് ഗവൺമെൻറ്റാണ് ആദ്യം ഒരു പ്രശ്നം വയ്ക്കുന്നത്. പക്ഷെ അവർ മാറിയില്ല. മാറാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഞങ്ങൾ എല്ലാ ജില്ലയിലേക്കും പോയി ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചു, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെൻറ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നല്ല ഡിസ്കഷനായിരുന്നു. ഒരു ദിവസമാണ് ഒരു ജില്ലയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വകുപ്പ് ഇരുന്നിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വേണം, ലെജിസ്ലേറ്റീവ്സ് ഓർഡർ മാറ്റണം, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അത് തയ്യാറാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു. അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്സ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നത്തെ റാങ്കിങ്ങിൽ കേരളം ആദ്യമായി 1ാമതെത്തി. സെയിം ആണ്, അപ്പോൾ 100% ഫീഡ്ബാക്കാണ്. അതേ ഫീഡ്ബാക്ക് തന്നെ നമുക്ക് നേരെ പോസിറ്റീവായിട്ട് തോന്നും. അതാണ് പ്രിസംഷൻ മാറി എന്ന് പറയുന്നത്. അതായത് ഒന്നും ചെയ്യാതെ തന്നെ റാങ്ക് മാറി.
അല്ല നമ്മൾ കുറേ മാറ്റം വരുത്തി. കാരണം അവരെ കൂടി വിശ്വാസത്തിലെടുത്തു. ആ. അവരെ കൂടി വിശ്വാസത്തിലെടുത്തു. പിന്നെ സെക്കൻഡ് റൗണ്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം, വാട്ട് വി ക്യാൻ ഡു ടുഗദർ, നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സംരംഭകരും ഗവൺമെൻറ് ഒന്നിച്ച്. ഇത് നല്ല മാറ്റം ഉണ്ടാക്കി. ഇപ്പോൾ ഏത് സംരംഭക സംവിധാനങ്ങളും, ഇപ്പോൾ ഇവിടെ സംരംഭകരുണ്ടാവുമല്ലോ, ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവരുടെ ഈ സംരംഭക രീതിയിൽ സംതൃപ്തി ഉണ്ടോ? ഞാൻ പറയുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ആളുകളൊഴികെ ബാക്കി എല്ലാവരും സംതൃപ്തരാണ്. അപ്പോൾ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ മാറി. കേരളത്തിൽ സാധ്യമാണ് എന്ന ഒരു ആത്മവിശ്വാസം സംരംഭക സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി. അത് ഇനി ഒരിക്കലും പിന്നോട്ട് പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും, സുസ്ഥിരമാണ് അത് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമായിട്ടുണ്ടോ? സുസ്ഥിരമാക്കാൻ ഏറ്റവും എളുപ്പം നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ചുമതല എടുക്കുമ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഗിയറിൽ കിടക്കുക. അപ്പോൾ എനിക്ക് പിന്നെ ഓയിൽ നോക്കണ്ട, ടയർ നോക്കണ്ട, പോളിസികളൊന്നും നോക്കണ്ട, എല്ലാം ഒരു കണ്ടിന്യൂറ്റിയാണ്. ആ കണ്ടിന്യൂറ്റി ഇപ്പോൾ 4th ഗിയറിലേക്ക് എത്തി. ചില ഗിയർ ഞാൻ നേരത്തെ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രിക അനുസരിച്ച് 2026 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാകേണ്ടത്. ഞങ്ങൾ അതിന് മുമ്പ് എത്തി, തുടർച്ചയായിട്ട് 2 തവണ എത്തുകയുണ്ടായി. ഇനി ഇതിപ്പോൾ റിവേഴ്സിലേക്ക് പോകണോ 5th ഗിയറിലേക്ക് പോകണോ എന്ന് ജനങ്ങളെ തീരുമാനിക്കണ്ടേ. അത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മുടെ IKGS ഒപ്പുവെച്ച ഒരു കമ്പനി EOI ഒപ്പുവെച്ചതാണ്. ഞങ്ങൾ ഇപ്പോൾ ഫെബ്രുവരി 21, 22 ആകുമ്പോൾ ഒരു വർഷവും 25% കൺവേർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജായി. കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് ഒരു ഇൻവെസ്റ്റർ വിളിച്ചു, സാർ ഇവിടെ എന്തോ ഒരു ഇലക്ഷൻ നടന്നതായിട്ട് കേട്ടു. ഇത് പഞ്ചായത്ത് ഇലക്ഷൻ, അവർക്ക് അറിയില്ല. അതിൽ ഒരു മാറ്റം വന്ന് പഴയ ആളുകൾക്കാണ് കുറച്ചുകൂടി ഇത് വന്നിരിക്കുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് ഹോൾഡ് ചെയ്യാണ്. പണ്ടത്തെ ഞങ്ങൾ വന്നിട്ട് ചില അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഹോൾഡ് ചെയ്യാണ്. ബോർഡ് കൂടിയിട്ട് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്, പോളിസീസ് ആണല്ലോ, ആർക്കും ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഹോൾഡ് ചെയ്യാണ്. അപ്പം അങ്ങനെ ചില ചിന്ത ആളുകളിലേക്ക് വരാം. പക്ഷെ നമ്മൾ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എളുപ്പം പുറകോട്ട് പോകാൻ സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 50 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നേരെ ഒറ്റ മിനിറ്റ് കൊണ്ട് പ്രിൻസിപ്പൽ അപ്രൂവൽ വാങ്ങി 3.5 വർഷം വരെ പ്രവർത്തിക്കാം. ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. നിയമസഭയിൽ തന്നെ ഞാൻ ഒരു നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി, മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. ബിഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റുകളോടുകൂടി അപേക്ഷ കൊടുത്താൽ വിത്തിൻ 7 ഡേയ്സ് അപ്രൂവൽ കൊടുക്കണം. അപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതാണ്. പിന്നെ ഷിഫ്റ്റ് വന്നു. പണ്ടത്തെ പോലെ ഇഷ്ടം പോലെ ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റില്ല, സോഫ്റ്റ്വെയറാണ് തീരുമാനിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭയിൽ ഞങ്ങൾ നിയമം പാസ്സാക്കി. ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല, നിങ്ങൾ മാത്രമല്ല ഒരു മാധ്യമവും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ വ്യവസായത്തിൽ മാധ്യമങ്ങളുടെ സമീപനമാണ്. കാരണം ഏത് മാധ്യമത്തിൽ നോക്കിയാൽ, ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതായപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ മാധ്യമങ്ങൾ ആഘോഷിക്കും. കാരണം 28 ഒന്നിലേക്കാകുന്നത്. സാധാരണ പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണെന്നാണല്ലോ നമ്മളെല്ലാം ആദ്യം പഠിക്കുന്നത്. അസാധാരണമായതാണല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായ ഒന്ന് ഒരു ഹെഡ്ലൈനായിട്ട് വരേണ്ടതാണ്, ഒരു ലീഡ് വാർത്തയായിട്ട് വരേണ്ടതാണ്. അത് വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ റാങ്കിങ്ങിൽ കുഴപ്പമുണ്ടോ എന്നാണ് പിന്നത്തെ ഗവേഷണം. യഥാർത്ഥത്തിൽ നമ്മൾ ഗവൺമെൻറ്റാണ് ഈ റാങ്കിങ് ഇങ്ങനെ ആകരുത്, സബ്ജക്റ്റീവ് ആകരുത്, ഒബ്ജക്റ്റീവ് കൂടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമല്ല മാറാൻ. ഞങ്ങളിപ്പോൾ നിയമം പാസ്സാക്കിയത് സേവനാവകാശ കമ്മീഷൻ. പ്രമോദ് എന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സേവനാവകാശം എന്നുവെച്ചാൽ ഡീംഡ് സർവീസസ് ആക്കിയേക്കാണ്. കുറേ സർവീസസ് നിയമപ്രകാരം നിശ്ചിത ദിവസത്തിനകം ആ സർട്ടിഫിക്കറ്റ് സേവനം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഡീംഡാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലാത്ത സേവനങ്ങൾ ആ ദിവസം ഡെലിവറി ടൈം കൂടി വിജ്ഞാപനം ചെയ്യണം. അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ സേവനാവകാശ കമ്മീഷനിൽ വരെ പരാതി കൊടുക്കാം. പുതിയ കമ്മീഷൻ വരാണ്, ഏകാംഗം. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, ഓട്ടോണമി ഉണ്ട്. ഏത് ഓഫീസിലും പരിശോധന നടത്താം, ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്താം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കാം, ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാം. ഇപ്പോൾ ഇതൊരു സിസ്റ്റം വന്നു കഴിഞ്ഞു. ഇപ്പോൾ കേസ് സ്മാർട്ട് വന്നു, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി എളുപ്പമല്ല പുറകോട്ട് നടക്കാൻ. പുറകോട്ട് നടക്കാൻ ഒരുപക്ഷെ ഒരു സർക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല.
പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ് പ്രയോറിറ്റൈസ് ചെയ്തതിൻ്റെ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് സംരംഭകർക്ക് വളരെ തുറന്നു കിട്ടുകയാണ്, അവർക്ക് വളരെ കാര്യങ്ങൾ എളുപ്പമാവുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും ജനങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടാവുന്നത് എന്നൊരു ചോദ്യം. ഇപ്പോൾ സംരംഭങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ GSDP വർദ്ധിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അവസരമുണ്ടാകുന്നു. പക്ഷേ അവരുടെ വിസിബിളായിട്ട് അവരുടെ നിത്യജീവിതത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ വിധത്തിലായിരിക്കുമെന്ന് കണ്ടിട്ടുണ്ട്? അല്ല, ഇപ്പം നമ്മൾ ഈ സംരംഭകത്വം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നു. ഇപ്പം നമ്മുടെ ചെറിയ സംരംഭങ്ങൾ, ഞാൻ 1 ലക്ഷം സംരംഭം ഒരു വർഷം കൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു നമുക്കൊരു 50,000 പറഞ്ഞാൽ മതി. എന്നിട്ട് ഒരു 25,000 ആയ കുഴപ്പമില്ല, കേരളമാണ് സ്ഥലം, മിനിസ്റ്റർ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് പറയാം, കുറയട്ടെ. പക്ഷെ അത് അവസാനം പിന്നീട് അത് പെട്ടിക്കടകൾ തുറന്നതിനെ കുറിച്ച് പോലുമാണ് ഈ സംരംഭം എന്ന് പറയുന്നതെന്നുള്ള വിമർശനങ്ങളും വന്നു. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു നാട്ടിൽ സംരംഭം തുടങ്ങുന്നില്ല എന്ന് പറയാൻ മാധ്യമങ്ങൾ വാശിയോടുകൂടി രംഗത്തിറങ്ങിയത്. ഇപ്പം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് കാഴ്ചപ്പാട് കൂടി ഉണ്ടാവുമല്ലോ, കുറച്ച് പരസ്യം കിട്ടും. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ട എന്തായിരുന്നു, കേരളത്തിൽ ഇത്ര സംരംഭങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് പരസ്യമൊക്കെ കിട്ടുമല്ലോ, നന്നായിരിക്കും, ഇതൊന്ന് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാമെന്നാണല്ലോ. അപ്പം അങ്ങനെയല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളെല്ലാം ഇപ്പോൾ എത്ര അനുഭവങ്ങളുണ്ട്, വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ സിദ്ധിയുള്ളതാണ് മലയാള മാധ്യമങ്ങൾ. നമ്മളിപ്പോൾ 1 ലക്ഷം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ അതാണ് നോക്കേണ്ടിരുന്നത്. ഞാൻ പ്രമോദിനെ അല്ലെങ്കിൽ ഒരു ഞാൻ സൂചിപ്പിച്ചതും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഫീസർ വയ്ക്കുകയാണ്, ഇന്ത്യൻ ആയിരുന്നു, എക്സിക്യൂട്ടീവായി. ഞങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും IIM കാലിക്കറ്റിലേക്ക് വിട്ടു, റെസിഡൻഷ്യൽ റിഫ്രഷ്മെൻറ്റ് കോഴ്സ്. നാഷണൽ ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് അഹമ്മദാബാദിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥരെ വിട്ടു. ഞങ്ങൾ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ, ഞാനും ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്നിട്ട് എങ്ങനെയായിരിക്കണം, ഞാൻ അവരുടെ കണ്ണടകളെല്ലാം എടുത്തു മാറ്റി. ഈ സംരംഭകനെ നോക്കുന്ന കണ്ണട ഒരു സംശയത്തിൻ്റെ കണ്ണടയായിരുന്നു. നമ്മളെ പറ്റിക്കാനാണോ ഈ വരുന്നത്? എല്ലായിടത്തും പറ്റിക്കാൻ ഒരു സൂക്ഷ്മ ന്യൂനക്ഷം ഉണ്ടാവും. ഞങ്ങൾ ട്രസ്റ്റിൻ്റെ കണ്ണട കൊടുത്തു, വരുന്ന ആളെ വിശ്വാസത്തോടുകൂടി സമീപിക്കുക. ഇപ്പം നിങ്ങളിവിടെയുള്ള സംരംഭകരോട് ചോദിച്ചോളൂ, ഞങ്ങൾ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഒരു സംരംഭം തുടങ്ങാൻ ഒരു ആഗ്രഹം ഒരാൾ പ്രകടിപ്പിച്ചാൽ പിന്നെ അവരുടെ പുറകെയായിരിക്കും. സംരംഭം എങ്ങനെയെങ്കിലും തുടങ്ങിപ്പിച്ചിട്ട് ഇവരിറങ്ങുള്ളൂ. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഇത് വിലയിരുത്തും. ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് വെച്ചപ്പോൾ എങ്ങനെയുണ്ട്, ഓരോ ജില്ലയ്ക്കും ടാർഗറ്റ് ഉണ്ട്, ഓരോ ഉദ്യോഗസ്ഥനും ടാർഗറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ? അപ്പം ഞാൻ പ്രതിപക്ഷത്തോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നിച്ചൊന്ന് യാത്ര ചെയ്യാം. സംരംഭങ്ങൾ നമുക്ക് നോക്കാം. ഓരോ സ്ഥലത്തും മണ്ഡലത്തിൽ MLA-മാരുടെ അധ്യക്ഷതയിലാണ് മോണിറ്ററിംഗ് കമ്മിറ്റി, ജനകീയമായിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ചു ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME ഇൻ ഇന്ത്യ, നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് അംഗീകരിച്ചു. എന്നാൽ മലയാള മാധ്യമങ്ങൾക്ക് അപ്പോൾ സംശയമാണ്, ഇത് അമേരിക്ക ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിന് അംഗീകാരം നൽകുന്നത്. അത് വാങ്ങിക്കാൻ നമ്മൾ വിട്ടില്ലേ കേന്ദ്രം. എൻ്റെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെൻട്രലിൽ ടൂറിസം സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അനുമതി കൊടുത്തു, നമുക്ക് അനുമതി നൽകിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തോട് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് നല്ല മാറ്റം വന്നു. ഇപ്പം ഞങ്ങളുടെ സ്കീമുണ്ട്, മിഷൻ 1 lakh എന്നുവെച്ചാൽ ചെറിയ സംരംഭം, 50 ലക്ഷം 60 ലക്ഷമൊക്കെ ടേൺ ഓവറുള്ള സംരംഭങ്ങൾ. ഈ 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവറുള്ളതാക്കി മാറ്റുക. അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറായി. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ വന്നപ്പോൾ ഒരു സംരംഭം പറഞ്ഞു മിഷൻ 1000 ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മിഷൻ 1000 ഇപ്പോൾ 544 തിരഞ്ഞെടുത്തു. അത് വളരെ ട്രാൻസ്പെറൻ്റാണ്. നിങ്ങൾ എലിജിബിൾ 60 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറിപ്പോരും, എല്ലാവർക്കും അറിയാം, അല്ലാണ്ട് ശുപാർശയൊന്നുമില്ല. 1000 സംരംഭങ്ങൾ 100 കോടി ടേൺ ഓവർ ആവറേജ്. ഇപ്പോൾ 80 കോടി ടേൺ ഓവർ ഉള്ളതാണെങ്കിൽ 100 കോടിക്ക് മുകളിലാക്കാൻ എന്ത് വേണം? നമ്മളൊരു DPR-നെ സഹായിക്കും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രശ്നമുണ്ടോ? നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത് 50% പലിശ നമ്മൾ കൊടുക്കും. ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, 2 കോടി രൂപ വരെ നമ്മൾ കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 1000 സംരംഭം 100 കോടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ടേൺ ഓവറായി.
ഇത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും? ഇതാണ് പ്രധാനം. ശരിയാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു ഇടത് സർക്കാർ എന്ന നിലയിൽ ഈ പ്രൊമോഷൻ, അതായത് ഈ നിലയിൽ സംരംഭകത്വം കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ഈ വർക്ക് ഫോഴ്സിൻ്റെ വെൽഫെയർ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഒക്കെ സാധ്യമാവുന്ന രീതിയിൽ മറുവശത്ത് അതുണ്ടായിട്ടുണ്ടോ? അതോ ഇപ്പോൾ സംരംഭകർ കാര്യമായി വന്നിറങ്ങുന്നു, അവർ പണമിറക്കുന്നു, അവർ ലാഭം കൊയ്യുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എക്കോണമിക്ക് തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിലൊന്നും തർക്കമില്ല. പക്ഷേ മൈക്രോ ലെവലിൽ തൊഴിലാളികളുടെ പിന്നെ സ്ഥിതി, അല്ലെങ്കിൽ അതിലെ ജീവനക്കാരുടെ എംപ്ലോയ്മെൻറ്റ് വ്യവസ്ഥകൾ, അക്കാര്യങ്ങളിലൊക്കെ വ്യവസായ വകുപ്പിന് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? അല്ല, നമ്മുടെ റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി, റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യുന്നു. അതെ, അതാണ് പ്രധാനം. നമ്മുടെ കേരളത്തിലെ പ്രത്യേകത, നിങ്ങൾക്ക് ഏത് സംരംഭവും ഇപ്പോൾ നടത്താം, നിയമാനുസൃതമായിരിക്കണം. അതാണ് നമ്മുടെ പ്രധാനം. ഇപ്പം ഇവിടെ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നടന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് വ്യത്യസ്ത എല്ലാ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആ സബ്മിറ്റിൽ പങ്കെടുത്തു. സബ്മിറ്റിന് മുമ്പ് ഞങ്ങൾ സെക്ടർ വൈസ് മീറ്റിങ്ങുകളെല്ലാം കൂടി, സെക്ടർ ഓരോ ഇലക്ട്രോണിക്സ്, ഓരോ മേഖലയും, ഫുഡ് പ്രോസസ്സിങ്, ആ കൂട്ടത്തിൽ ട്രേഡ് യൂണിയനുകളുടെ പ്രത്യേക യോഗം ചേർന്നു, പ്രിപ്പറേറ്ററി മീറ്റിംഗ്. പിന്നെ ഞങ്ങൾ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് വന്നല്ലോ, ചെറിയ സംരംഭമാണല്ലോ. അപ്പം ഞങ്ങൾ ഈ സംരംഭകരുടെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ വിളിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇത് ചെറിയ സംരംഭങ്ങളാണ്. അപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങളിത് സ്റ്റെബിലൈസ് ചെയ്യുന്നവരെ, ഒരു ബ്രേക്ക് ഈവനിലേക്ക് എത്തുന്നവരെ ഒരു തരത്തിലും പുതിയ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കില്ല. കാരണം ഈ ചെറിയ സംരംഭം എന്ന് പറഞ്ഞാൽ സംരംഭകനും തൊഴിലാളിയും മിക്കവാറും ഒരാളായിരിക്കും. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഞാൻ പറയാം. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ. ഞങ്ങൾ തുടങ്ങുമ്പോൾ 85,000 മറ്റായിരുന്നു. ഇപ്പോൾ 17 ലക്ഷമോ 18 ലക്ഷമോ സംരംഭങ്ങളുണ്ട്. ഈ സംരംഭങ്ങളുടെ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അതിനിടയ്ക്ക് ഡെഫിനിഷൻ മാറിയതാണ് ഇതിന് കാരണം എന്ന് ചിലർ പറയും. നമുക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ കയറി വരാണ്. അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ 40% സ്ത്രീ സംരംഭകരാണ്. ഇന്ത്യയിൽ ഒരിടത്തുമില്ല. 20 വരുന്നുണ്ട്. ഇത് 40% സ്ത്രീ സംരംഭകരാണ്. ഇതെല്ലാം അപ്പോൾ അവരെല്ലാം തൊഴിലാളി എല്ലാം ചേരുന്നതാണ്. ഇപ്പോൾ വയനാട്, ഞാൻ ഈ ജില്ലകളിൽ പോകുമ്പോൾ ഈ ചെറിയ സംരംഭങ്ങൾ സന്ദർശിക്കും. അവർക്കൊരു മുറയിൽ ഇത് കിട്ടാൻ 3 സ്ത്രീകൾ കൂടി ഇരിക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി അടർത്തി പാക്ക് ചെയ്യുന്ന യൂണിറ്റാണ്. വേറെ സ്ഥലത്ത് ഗാർലിക് പൗഡർ ഉണ്ടാക്കുന്നു. വേറെ സ്ഥലത്ത് 5 സ്ത്രീകൾ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നു. ഒരു സ്ഥലത്ത് സ്ത്രീകൾ തുണിസഞ്ചി ഉണ്ടാക്കുന്നു. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ചെറിയ കമ്പോണൻ്റ് ഉണ്ടാക്കുന്നു. നമുക്ക് വലിയ കമ്പനി വരുമ്പോൾ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചട്ടം മാറ്റി വീടിൻ്റെ 50% വ്യവസായത്തിന് ഉപയോഗിക്കാം. അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേരളത്തിൽ ഒത്തിരി ഉണ്ടല്ലോ. 100% നിങ്ങൾക്ക് വ്യവസായം നടത്താം. ഇപ്പോൾ 4 കമ്പ്യൂട്ടർ ഇട്ട് ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ OEMൻ്റെ ഇലക്ട്രോണിക്സ് കമ്പനി ഉണ്ട്. ചെറിയ കമ്പോണൻ്റ് വീട്ടിലുണ്ടാക്കുന്നത് ആ ചുറ്റുവട്ടത്തോട് വീട്ടിൽ കൊടുക്കാം. ഞങ്ങളിപ്പോൾ മാനുഫാക്ചർ സ്മാർട്ട് സിറ്റി 1710 ഏക്കറിൽ പാലക്കാട് തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ചുറ്റും, ഈ നദികൾക്ക് ചുറ്റും കൃഷി വികസിക്കുന്ന പോലെ ഈ വലിയ സംവിധാനത്തിന് ഒരു ചുറ്റുവട്ടം, ചിലപ്പോൾ കോയമ്പത്തൂർ വരാം, പാലക്കാട്, തൃശ്ശൂർ, എല്ലായിടത്തും വീടുകളിൽ ഇതിനാവശ്യമായ ചെറിയ സാധനങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ അവിടുത്തെ ബൈ പ്രൊഡക്റ്റിൻ്റെ ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്നത്. ഇതാണ് കേരളത്തിൽ വരുന്ന മാറ്റം എന്നുള്ളത്. ഓക്കെ. മറുവശത്ത് ഇപ്പം നോക്കാൻ നമുക്കിപ്പോൾ ചെറുകിട MSME കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ വൻകിട പദ്ധതികളെക്കുറിച്ച് കേരളത്തിൻ്റെ വലിയ ഹേർഡിൽസ് എന്ന് പറയാവുന്ന സംഗതികൾ സ്പേസ്, ലാൻഡ് തന്നെയാണ്. ലാൻഡ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഇപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ പ്രത്യേകതകൾ, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതേസമയമാണ് അപ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാട് നോളജ് ബേസ്ഡ് എക്കോണമി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയൊക്കെ ചെയ്തത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നമുക്ക് ടെക്നോ പാർക്കുകൾ അല്ലെങ്കിൽ IT പാർക്കുകളൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് മിക്കവാറും ODM എന്ന് പറയാവുന്ന തരത്തിലുള്ള, അതായത് ഒരു ഡിസൈനിങ് മാനുഫാക്ചർ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രോഡക്റ്റ് മാനുഫാക്ചറിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു പരിമിതി നമുക്കുന്നുണ്ടോ? അതോ നമ്മളെ നോളജ് എക്കോണമി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണോ? ഇതുവഴിയുള്ള ഒരു നേട്ടമാണോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം? അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഈ 10 വർഷം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വേണ്ടത്ര എത്തിയുന്നില്ല. അതാണ് ഞാൻ മീഡിയ എപ്പോഴും പറയുന്നൊരു ഭാഗം. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ജിനോം ഡാറ്റ സെൻറ്റർ സ്ഥാപിച്ചു. 2-3 കൊല്ലമായി. ലോകപ്രശസ്തനായ മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സാമിനെ അതിന് ചുമതല ഏൽപ്പിച്ചു.
ഇത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി, ലൈഫ് സയൻസ് ഇൻഡസ്ട്രി വരികയാണ്. അവന് ഇക്കോസിസ്റ്റം വേണം. സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ന്യൂട്രോസ്യൂട്ടിക്കൽസ് നമ്മൾ തുടങ്ങി. സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ മൈക്രോബയോൺ നമ്മളാണ് ഇന്ത്യ തുടങ്ങിയത്. ഗ്രഫീൻ അറോറ പ്രൊജക്ട് നമ്മൾ തുടങ്ങി. അപ്പം ഇത് വഴി ഒരു ഇക്കോസിസ്റ്റം ശക്തിപ്പെടാണ്. ഇപ്പോൾ കൊച്ചിയിൽ IBM വന്നല്ലോ. ഞാൻ അവരായിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ അവർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളൊരു 100 പേരെയാണ് ഉദ്ദേശിക്കുന്നത്, പൈലറ്റ് പ്രൊജക്ട് കൊച്ചി തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ആവശ്യം ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് വേണം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്. അത് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഞങ്ങൾ നോക്കാം. അപ്പം ഞങ്ങൾ അടുത്ത 6 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇന്ത്യയിലേക്ക് വരും. അപ്പോഴേക്കും ഗവൺമെൻറ് ഒരു പോളിസി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വരാൻ നിൽക്കേണ്ട, ഒരു 2 മിനിറ്റ് ഇരിക്കും. അപ്പോൾ എൻ്റെ റൂമിൽ വലിയൊരു സ്ക്രീനുണ്ട്. 2 മിനിറ്റ് കൊണ്ടുള്ളിൽ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC നമ്മുടെ ഡോക്ടർ സജി, കുസാറ്റിൻ്റെ VC, KTUവിൻ്റെ VC 3 പേര് ഞാൻ ഓൺലൈനിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവരോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ സജി പറഞ്ഞു, ഞങ്ങൾ എഗ്രി. അപ്പോൾ അദ്ദേഹം KTUവിൻ്റെ ചാർജ് കൂടിയുണ്ട്. ഉടൻ എഗ്രി ചെയ്തു. കുസാറ്റ് എഗ്രി ചെയ്തു. ഇപ്പോൾ 3000 പേര് ജോലി ചെയ്യുന്നുണ്ട്. 3000 പേരുടെ ശരാശരി ശമ്പളം 20 ലക്ഷമാണ്. 600 കോടിയായി. ഇവരുടെ ഈ പണം ഇവിടെ തന്നെ ചെലവഴിക്കും. ഒരു എംപ്ലോയ്മെൻറ്റിന് 5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വരും. HCLൂടെ തുടങ്ങി 60 ലക്ഷം വരെ കൊടുക്കേണ്ട ഒരു വർഷം. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വശത്ത് നമ്മൾ ഇക്കോസിസ്റ്റം ശക്തിപ്പെടുന്നു, മറുവശത്ത് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കും. ഞാനിപ്പോൾ ഈ 11-ാം തീയതി കല്ലിടാൻ പോവുകയാണ് പെരുമ്പാവൂർ. കെയ്ൻസ് ടെക്നോളജിയുടെ 600 കോടിയുടെ പദ്ധതിയാണ്. അവരാണ് 3600 കോടിയുടെ സെമി കണ്ടക്ടർ പാർക്ക് ഗുജറാത്തിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവർ 600 കോടിയുടെ പദ്ധതി വരുന്നത്. ഇപ്പോൾ V-Guard ഗ്രൂപ്പിൻ്റെ കൊച്ചൗസിറ്റിയുടെ മകനാണ് അത് നോക്കുന്നത്. അവരുടെ വലിയ ടവർ ഞാൻ മറ്റന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിലേക്ക് വരുന്ന ഭാഗമാണ്. നോളജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് ഈസ് ദ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ വച്ചിട്ടാണ് ഇതിൻ്റെ ലോകത്തെല്ലാ ഇൻഡസ്ട്രി അങ്ങനെ വരുന്നത്. അതിലൊരു ഭാഗം ഇപ്പോൾ വരുന്നത് GCC വരുന്നുണ്ട്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. നമുക്കിപ്പോൾ 44-ായി. ഞങ്ങൾ ദാവോസിൽ പോയി ഇപ്പോൾ ഒപ്പുവെച്ചത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ GCC നിർമ്മിച്ച് 500 ഫോർച്യൂൺ കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ള അവരുമായിട്ടാണ്, ഡെവലപ്പേഴ്സായിട്ടാണ് ഞങ്ങളിപ്പോൾ MOU ഒപ്പുവെച്ചത്, EOU ഒപ്പുവെച്ചത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. ആദ്യം കൊച്ചി, തിരുവനന്തപുരം, പിന്നെ നെക്സ്റ്റ് കോഴിക്കോട്. ഏത് കമ്പനിയാണത്? ANSR എന്ന് പറയും. അവർ ഒരു 300 മറ്റും GCC ഇപ്പോൾ ഉണ്ട്. 500 ഫോർച്യൂൺ ഉണ്ട്. 45 ദിവസത്തിൽ ഇപ്പോൾ ഒരു GCC ഉണ്ടാക്കുന്നുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അല്ല, നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളിപ്പോൾ കെട്ടിടം കെട്ടി പിന്നെ ആളെ നോക്കി നടക്കണ്ട. ഇത് ഇവർ തന്നെ പണിയും, ഇവർ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എല്ലാം ചെയ്യും. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. കമ്പനികൾ അവർ കൊണ്ടുവരും. ഇതിപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നോക്കുകയാണ്. ഒരു 3000 കോടിയുടെ വലിയൊരു പദ്ധതി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രി എന്ന നിലയിൽ നമുക്ക് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് മാത്രമല്ല, കേരളം മൊത്തത്തിലൊരു ഇൻഫോ പാർക്കാണ്, അല്ലെങ്കിൽ ടെക്നോ പാർക്കാണ്. കാരണം കേരളം ലാർജസ്റ്റ് സിറ്റി ഓഫ് ദ വേൾഡാണ്. നമുക്കിപ്പോൾ കൊട്ടാരക്കരയിലാണ് സാഹു കോർപ്പറേഷൻ തുടങ്ങിയത്. ഇവിടെ കളമശ്ശേരി തുടങ്ങുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്ക് നമുക്ക് കണക്ടിവിറ്റി ഉണ്ട്, ഗ്രാമങ്ങളിലേക്ക് വരും. വയനാട് ഇപ്പോൾ എക്കണോമിക് ടൈംസിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന IT കമ്പനി വയനാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലാകെ ഈ സാധ്യതയുണ്ട്. അതിൽ പക്ഷേ ഇപ്പോൾ പിന്നെ മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കുറച്ചൊക്കെ ഒന്ന് വൈറലായ സംഗതിയാണല്ലോ. അതായത് നമ്മുടെ മെഡിക്കൽ ഡിവൈസസിൻ്റെ കാര്യത്തിൽ പിന്നെ GEയും ഫിലിപ്സും ആണ് പിന്നെ MRI സ്കാനിങ് മെഷീൻസ്, CT സ്കാനിങ് മെഷീൻസ് ഒക്കെ നിർമ്മിക്കുന്നത്. അത് GEയുടെ നമ്മളാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് കുറച്ചൊരു അവിശ്വസനീയമായി തോന്നി. GEയുടെ ഞാൻ മനസ്സിലാക്കുന്നത് ODM ലെവലിൽ, അതായത് ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലേക്കുള്ള കമ്പോണൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഉള്ളതെന്നാണ്. പക്ഷേ മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ നമ്മളവിടെ ഇത് നിർമ്മിക്കുന്നു, നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു, തലച്ചോറ് വെച്ച് കൊടുക്കുന്നു, നമ്മളിന്ന് അത് വിതരണം ചെയ്യുന്നു എന്ന നിലയിലാണ്. നമ്മുടെ ഒരു ഗുണം, എന്ത് നല്ല കാര്യം പറഞ്ഞാലും നമ്മൾ പ്രചരിപ്പിക്കില്ല. ഇപ്പം കേരളം ഇന്ത്യയുടെ 1.16% മാത്രമുള്ള ഒരു ലാൻഡ്സ്കേപ്പാണല്ലോ. ഇന്ത്യൻ മെഡിക്കൽ, ഇപ്പോൾ നിങ്ങൾ ശ്രീ ബാലഗോപാൽ കണ്ടല്ലോ, ഏഷ്യാനെറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ബാലഗോപാലിൻ്റെ ഫാക്ടറി ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു? ഏഷ്യാനെറ്റിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കമ്പനി ഉണ്ടെന്ന്? എനിക്ക് മനസ്സിലായില്ല.
ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നില്ലേ പ്രമോദ്? ആ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഏഷ്യാനെറ്റ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കമ്പനി ഉണ്ടെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പുളിയറക്കോണല്ലേ? ആ ഉള്ളിറക്കോണത്തുണ്ടായിരുന്നു. അതെ. ഏഷ്യാനെറ്റിന്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി. ഏഷ്യാനെറ്റിന്റെ കുഴപ്പമില്ല, നിങ്ങൾ ആരും മനസ്സിലാക്കി. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എന്നെ വന്നപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ആക്കാന്ന് പറയാം. കുറച്ചേരം സ്റ്റുഡിയോയിലിരിക്കാം, വേറെ നമുക്ക് ഫാക്ടറി പോവാം. ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ തൊട്ടപ്പുറത്താണ് ESF ടെക്നോളജീസ്, അവർക്ക് ഇവിടെയുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ 24% ടേൺ ഓവർ കേരളമാണ് ഇപ്പോൾ സംഭാവന ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആർക്കും തർക്കം പറഞ്ഞില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി, അല്ലെങ്കിൽ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി, ഇതെല്ലാം കേരളത്തിലാണ്. ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്നത് കേരളമാണ്. നമ്മുടെ ഇവിടെ ലൈഫ് സയൻസ് പാർക്കിൽ പോയി കമ്പനികളെ കാണാം. ഇപ്പോൾ ഡൈമർ ടെസ്റ്റ് നടത്തുന്ന കോവിഡ് സമയത്ത് കേരളത്തിലൊരു കമ്പനിയാണ് അത്. അന്ന് ലോക്ക്ഡൗൺ അല്ലേ, ഡെവലപ്പ് ചെയ്ത് പേറ്റൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് 1 കോടി ഇന്ത്യക്കാർ ഡൈമർ ടെസ്റ്റ് ചെയ്തത് എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്, അഗാപ്പെ. അല്ല, ഇതിനിടയിൽ ഞാൻ പക്ഷേ ഒന്ന് ചോദിക്കട്ടെ. ഇപ്പം ജിയുടെ കാര്യം പറഞ്ഞു. ജി അങ്ങനെ കേരളത്തിലാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് തീർത്ത് മിനിസ്റ്റർ പറയുമ്പോൾ, ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യ US പാക്റ്റിൻ്റെ ഈ ഫ്രെയിം വർക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മെഡിക്കൽ ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഇറക്കുമതിക്ക് ഒരു കരാറിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. താരിഫ് വളരെ കുറവായിരിക്കുമല്ലോ ഇപ്പോൾ, അതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ആ മെഡിക്കൽ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ആ ഫ്രെയിം വർക്കിൽ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് പാക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അത് ബാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവുമോ? അത് വരാം. ഇത് ഈ ജിയുടെ തന്നെ ജി ഫിലിപ്സ് ഞാൻ പറഞ്ഞപ്പോൾ ചിലർ ഈ 2 കമ്പനിയുള്ളൂ പ്രധാനമായെന്ന് ഞാൻ പറയുന്നുണ്ട്, അത് പറയാൻ കേൾക്കുന്നില്ല, കട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ MP ആയിരിക്കുമ്പോൾ എറണാകുളത്ത് MRI സ്കാനിങ് മെഷീൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ. അപ്പോൾ അന്നത്തെ പ്രധാനമായി 2 കമ്പനിയാണ്, ജിയും ഫിലിപ്സും. ഇപ്പോൾ ചെറിയ വേറെ കമ്പനികളുണ്ട്, ചൈനീസ് പല രാജ്യങ്ങളുടെ കമ്പനികളുണ്ട്, പ്രധാനമായിട്ട് ഇവർ തന്നെയാണ്. ഇതിനൊരു പ്രശ്നം ശരിക്കും അത്രയും ഞാൻ പറയാൻ പാടില്ലാത്ത കാരണം, ഒരു നോൺ ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ടാവും, നോൺ ഡിസ്ക്ലോഷർ NDA ഉണ്ടാവും, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്. പ്രമോദ് വായിക്കുന്ന ഒരാളാണെന്ന് ഉള്ളതിൻ്റെ തെറ്റിദ്ധാരണയാകാൻ ഇടയില്ല. നവോമിക്കലിൻ്റെ ഒരു പുസ്തകമുണ്ട്, നോ ലോഗോ, വായിച്ചിട്ടുണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അവരുടെ തന്നെ ആഗോളവൽക്കരണത്തിന് വേണ്ട പ്രസിദ്ധമായ പുസ്തകങ്ങളുണ്ട്. ഈ നോ ലോഗോയിൽ ലോകത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ശരിക്കും എവിടെയാണ് നിർമ്മിക്കുന്നത്, ഇതാണ് നവോമി പറയുന്നത്. കമ്പ്യൂട്ടറുകൾ, ഇപ്പോൾ ആഡിഡാസിൻ്റെ സ്വന്തം കമ്പനിയിൽ എത്ര ശതമാനമാണ്, നൈക്കിൻ്റെ ഷൂ എത്ര ശതമാനമുണ്ട് സ്വന്തം, ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. കേരളത്തിൽ ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ഒരു ഗാർമെൻറ്റ് ഫാക്ടറി, ഇവിടെ ഉൽപ്പന്നം വാൾമാർട്ടിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള രൂപത്തിൽ തന്നെ കൊടുക്കുന്ന കമ്പനി ഉണ്ട്, കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരിവിടെ നിന്ന് പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഈ ജിയുടെ മാത്രമല്ല ഫിലിപ്സിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേരളത്തിലെ കമ്പനി ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ അവർക്കാണ് ഇപ്പോൾ റഫേലിൻ്റെ 355 കോടിയുടെ കമ്പോണൻസ് ഉണ്ടാക്കാൻ ഓർഡർ കിട്ടി. ചെറുതല്ല, 345 കോടിയുടെ. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് ആക്കാം, ഈ കമ്പനി തന്നെ പോകാം. പക്ഷേ സ്റ്റാൻഡ്ലെസ് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ക്യാമറ, കാരണം ഇവരുടെ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ. ഈ SFOലാണ് അല്ലേ? അതെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ എഗ്രിമെൻ്റ് വയ്ക്കുന്നവരെ നമ്മൾ ഈ കേരളത്തിലെ കമ്പനി പ്രതിസന്ധിയിലാക്കാൻ പാടില്ല. അല്ല, അത് താങ്കളുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നുമില്ല എന്ന പ്രതീതി നിർമ്മിക്കുമ്പോൾ ഇവിടെ ഇതുണ്ട്. അവർ ജിക്ക് മാത്രമല്ല, സാംസങ്ങിൻ്റെ, ആപ്പിളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ആപ്പിളിൻ്റെ ഫോൺ ടെസ്റ്റിംഗ് സംവിധാനത്തിൻ്റെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് കേരളത്തിലുണ്ട്. അതിൽ എത്ര ഭാഗമുണ്ട് പൂർണ്ണമായിട്ടും ഇത് കൊണ്ടുപോയിട്ട് നമ്മളതിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രധാന കമ്പോണൻ്റിൽ ഇവിടെ തന്നെയാണ്. അതിനുള്ള കപ്പാസിറ്റി ഉള്ള കമ്പനികളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാനോട് സന്ദർശിച്ചിട്ടുണ്ട്. അവർ ഈ അകത്ത് നമുക്ക് എല്ലാം പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല, ഈ അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട്.
നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ലോകത്തിൽ എത്ര കമ്പനികൾക്കാണ് അവർ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പെട്ടിക്കട, ലോട്ടറി, ബീവറേജ് മാത്രമുള്ളതല്ല കേരളം എന്ന് സ്ഥാപിച്ചെടുക്കലായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഞാൻ ആദ്യം സംരംഭകർ വിളിച്ചപ്പോൾ ഇപ്പോൾ ലോകത്ത് ഈ കേരളത്തിൽ 3600 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനി എറണാകുളം ജില്ലയിലുണ്ട്. നിങ്ങളിൽ ആരൊക്കെയെങ്കിലും അറിയോ? ആരും കൈപ്പൊക്കിയില്ല. സിന്തേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പമേലയുടെ OEN കമ്പനി, അവർ ലോകത്ത് എത്ര ഭാഗത്തേക്ക് കയറ്റിയിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ചെന്ന സെൻറ്റ് മേരീസ് 10-50 രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ ഗ്ലൗസും ഉപകരണങ്ങളും കയറ്റി അയക്കുകയാണ്. നമ്മൾ ഇവിടെ പോയി കൊരട്ടിയിൽ മോളിക്യൂൾസ് 100 കോടി ടേൺ ഓവറാണ് 5 കൊല്ലം കൊണ്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് 50,000, ഞങ്ങൾ KSITC ഒക്കെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം, എനിക്കൊരു 50,000 സ്ക്വയർ ഫീറ്റ് വെച്ച് ഓരോ വർഷവും തന്നുകൊണ്ടിരിക്കണം, വേറൊന്നും ഡീസൊക്കെ തരും, 5 കൊല്ലം കഴിഞ്ഞാൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വെച്ച് തരണം. അത്രയും വേഗത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നതല്ല കേരളം. ഇപ്പം ഞാൻ ആദ്യം ഇത് പറയുമ്പോൾ ആളുകൾ പറയും, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇതാണ് കേരളം എന്ന് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ ഉടൻ ആളുകൾ ഇറങ്ങും, ഇത് നിങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണോ, ഇത് പണ്ടേ ഇല്ലേ. ഇപ്പോൾ നമ്മൾ പണ്ടുണ്ട്, അത് കുറേ കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു, പക്ഷെ അതാണ് കേരളം. അപ്പോൾ നേരെ ഇത് പുതുതായിട്ട് കെയ്ൻസിൻ്റെ വരുന്നു 600 കോടി, 2000 കോടിയുടെ SFOയുടെ പുതിയ EOE ഒപ്പുവയ്ക്കാൻ പോകുന്നു ഇവിടെ. അപ്പോൾ ആൾ ചോദിക്കും, ഇതിൽ ഗവൺമെൻറ് എന്താ റോള്, നിങ്ങൾക്ക് എന്താ റോള്? ഇനി ഒരു പെട്ടിക്കട അടച്ചാൽ ഉടൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? അപ്പോൾ അടച്ച ഗവൺമെൻറ്റാണ്, തുറക്കുന്നതിന് അനുകൂലമായ ഉടൻ ഗവൺമെൻറ് അല്ല. അപ്പോൾ നമ്മൾ കെൽട്രോൺ ഇത് 1300 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവറുള്ളതായി മാറി. അപ്പോൾ ആൾ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, സർക്കാരാണോ വ്യവസായം നടത്തേണ്ടത്? ഇതാണ് മലയാളിയുടെ ഇപ്പോൾ. അല്ല, അതിലിപ്പോ ഈ പറയുന്ന മിനിസ്റ്റർ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്, എന്നിട്ടും കേരളം ഒരു ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രൊഡക്ഷൻ ആയിരിക്കും. ഒരുപക്ഷെ മാനുഫാക്ചറിങ് ലെവലിൽ നമുക്ക് അതത്ര, ഞാനിപ്പോൾ ഈ പറയുന്നത് തന്നെ ഇപ്പോൾ GEയുടെ കാര്യം തന്നെ സൂചിപ്പിച്ചത്, അത് നമുക്കിവിടെ അതിൻ്റെ യഥാർത്ഥ പ്രൊഡക്ഷൻ ഇവിടെ നടത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി. മാത്രമല്ല നമ്മുടെ ആരോഗ്യരംഗത്ത് തന്നെ നമുക്ക് തന്നെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ മെഡിക്കൽ സേവനങ്ങൾ നമുക്ക് വളരെ വളരെ നല്ല നിലയിൽ അതിൻ്റെ ചിലവ് കുറച്ചു കൊണ്ടുവരാനും കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധി നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈസ് അത് ഇവിടെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇനി മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമോ? അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമുക്കിപ്പോഴും? അതിലെന്ന് വെച്ചാൽ ഈ പല ബ്രാൻഡുകൾക്കാണ് വാല്യൂ. ഇപ്പോൾ ഞാനിപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, ഇവർക്കൊക്കെ ഇതിനൂടെ നമ്മുടെ ഗവേഷകരിറങ്ങി ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. ഒരു സ്ഥാപനത്തിൽ ഞാൻ ചെന്നപ്പോൾ 10 ബോക്സുകളുണ്ട്, 10 പേരാണ്, 10 രാജ്യങ്ങളുടെ ബ്രാൻഡാണ്. 10 രാജ്യങ്ങളിലെ ബ്രാൻഡിൻ്റെ കവർ ഉൾപ്പെടെ പാക്കിംഗ് വ്യത്യസ്തമാണ്. പാക്കിംഗ് അവിടെ തന്നെയാണ്. ഈ 10 രാജ്യങ്ങളിൽ 10 ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഉൽപ്പന്നം നമ്മുടെ ഒരു ഫാക്ടറിയിൽ നിന്നാണ് പോണത്. ഈ ബ്രാൻഡിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു, അതിപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. എന്താ സംഗതി എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രൊഡക്ഷൻ്റെ ഈ ഭാഗം അമേരിക്കയിൽ ചെയ്യുമ്പോൾ വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ നോക്കും. ഇത് ഒഴുകുകയാണല്ലോ ചെയ്യാം, എവിടെയാണോ കൂടുതൽ ഇത് കിട്ടും, നമുക്ക് കുറേ കൂടി അത്രയും വില വരില്ല, ഇവിടെ മറ്റു മാറ്റങ്ങൾ വരും. ഈ മാനുഫാക്ചറിംഗ് രംഗത്ത് ഈ പ്രത്യേകമായിട്ടുള്ളത് വരുന്നു. നമ്മുടെ ബ്രാൻഡുകൾ വരുന്നുണ്ട്, ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ അഗാപ്പെ ജപ്പാൻ കമ്പനിയായിട്ടാണ് ഇപ്പോൾ പുതിയത് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ദാവോസിൽ വന്ന് നേരെ ഇറങ്ങി, ഞാനും ശ്രീ ഹനീഷും 4 മണിക്ക് വെളുപ്പിന് വന്ന് 10 മണിക്ക് ഞങ്ങൾ അവിടെ ടാജിൻ്റെ എയർപോർട്ടിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ മീറ്റിൽ പങ്കെടുത്തു. അതിൽ വാഷിങ്ടൺ എന്നാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട, അവർക്ക് വേണ്ടി കമ്പോണൻറ്റ് നിർവഹിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ 2 തരത്തിൽ നമ്മൾ ചെയ്യുക. ഒന്ന്, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ തമിഴ്നാട് മന്ത്രിയായിട്ട് ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ലോകത്തിൽ ഇപ്പോൾ ആപ്പിൾ ഫോൺ എവിടെയൊക്കെ ഉണ്ടാക്കുന്നത്? ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്, പല രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് $10-15 ആളുകൾ പറയുന്നത്. പ്രധാന വാല്യൂ ഡിസൈൻ, അതിൻ്റേതായ മറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് കാലിഫോർണിയയിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ കാലിഫോർണിയ ആകുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ബ്രെയിൻ, നമ്മുടെ ഡിസൈൻ, നമ്മുടെ മാൻ പവർ, അതിൽ നമ്മളിപ്പോൾ കർണാടകത്തേക്ക് കടത്തി വിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ എല്ലാവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാണല്ലോ. ഇപ്പോൾ തമിഴ്നാട് മന്ത്രിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ 1000 ഏക്കറിൽ കാറ് നിർമ്മിക്കണമെങ്കിൽ നിങ്ങൾ നിർമ്മിച്ചോ, ഓട്ടോമോട്ടീവ് ടെക്നോളജി ഞങ്ങൾ തരാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡ്രിവൺ കാർസാണ്, ഇപ്പോൾ ST വെഹിക്കിൾസാണ്, STVs ആണ്.
തിരുവനന്തപുരത്ത് ഞാൻ ഓട്ടോമോട്ടീവ് ഹബ്ബാണെന്ന് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ വിദഗ്ധർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെയുണ്ടോ? പല ലോകത്തിലെ പ്രധാന ബ്രാൻഡുകളുടെ കാറുകളുടെ ടെക്നോളജി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ. നല്ലത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ്, ഫ്രണ്ടിലെ ഇതും പുറകിലിതും രണ്ട് തരത്തിൽ കാണുമ്പോൾ അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത്, അതിൻ്റെ വിൻഡോസ് ചെയ്ത് പല രീതിയിലുള്ള ടെക്നോളജിയും ഇവിടെയാണ്. ഞാൻ അവിടെ പോയിട്ട് ആദ്യമായിട്ടൊരു പ്രോഗ്രാം എഴുതി. ചിലപ്പോൾ ആ പ്രോഗ്രാം എഴുതുന്ന ആദ്യത്തെ മന്ത്രിയായിരിക്കും ഞാൻ ലോകത്തെ തന്നെ. ഞാൻ എഴുതുന്നില്ല, ജെൻ.ഐ എഴുതുന്നത്, ജനറേറ്റീവ് AI. പണ്ട് മനുഷ്യർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതണം എന്നുള്ളത്. ഇപ്പോൾ ജനറേറ്റീവ് AI പ്രോഗ്രാം എഴുതും. അതനുസരിച്ചുള്ള ടെക്നോളജി ഉൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ് നമ്മൾ അവിടെയാണ് ഫോക്കസ് ചെയ്തത്. നമ്മുടെ 22 പ്രയോറിറ്റി സെക്ടർ, മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, റോബോട്ടിക്സ്, എമർജിങ് ടെക്നോളജീസ് എല്ലാം. ഗ്രഫീൻ, ഇപ്പോൾ ഇവിടെ മുരുകപ്പ ഗ്രൂപ്പ് ഗ്രഫീൻ എന്നുള്ള ബ്രാൻഡ് ഇറക്കി കഴിഞ്ഞു നമ്മുടെ കൂടാതെ തന്നെ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കേരളത്തെ നിങ്ങൾ കുറേ കൂടി വിസിബിൾ ആക്കണം. അതിലാണ് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത്. തീർച്ചയായിട്ടും. അത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു കാര്യമുള്ള എല്ലാവർക്കും സംശയമുണ്ട്. നമുക്ക് ഇത്രയധികം ഇൻ്റലിജൻസ് ഉണ്ട്, നമ്മുടെ വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ അവർ ടോപ്പാണ്, അവർ ഏറ്റവും നല്ല നിലയിലേക്ക് അവർ പോകുന്നു. പക്ഷേ പലരും ഈ എന്താ പറയുക, റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ യങ് ടാലൻസിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ? കാരണം യങ് ടാലൻസ് കൂടുതലും ഒന്നുകിൽ US അല്ലെങ്കിൽ അവരുടെ യൂറോപ്പ് ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെ ഇപ്പോഴും ലക്ഷ്യമാക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നതിന് എന്തെങ്കിലും ഡാറ്റ ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ടോ മിനിസ്റ്റർ? കുറഞ്ഞു വരുന്നുണ്ടോ ശരിക്കും? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതാണ് വീണ്ടും മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇപ്പോൾ ഞാൻ ലിങ്ക്ഡിൻ മെമ്പറാണ്. പ്രമോദ് ഉണ്ടോ, അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ പ്രൊഫഷണൽസ് എല്ലാം ഞാനില്ല, മകനുണ്ട്. മകനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ലിങ്ക്ഡിൻ മെമ്പർ ഇപ്പോൾ ഒരാൾ അമേരിക്ക ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, കൊച്ചിയിലേക്ക് മാറുമ്പോൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യും. അതെ. അങ്ങനെ ജനുവരി മുതൽ ജൂലൈ വരെ മലയാളി പ്രൊഫഷണലുകളുടെ അപ്ഡേഷൻ മാത്രം വിശകലനം ചെയ്ത് ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. 40,000 മലയാളി പ്രൊഫഷണലുകൾ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, ഇന്ത്യയിലെ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ജോലി ഏറ്റെടുത്തിരിക്കുന്നു. 40,000 ലിങ്ക്ഡിൻ റിപ്പോർട്ടാണ്, ഞങ്ങളുടെ അല്ല. ലിങ്ക്ഡിൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്, അല്ലാത്തൊരു വരുന്നുണ്ടാകാം. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സംരംഭവും പറഞ്ഞില്ലേ, ഞങ്ങൾ കേരളത്തിലേക്കാണ് ഇപ്പോൾ കൂടുതൽ. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു ടഫ് ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്പനി ദുബായി തുടങ്ങിയുള്ളൂ, ബാക്കി 4ാമത്തെ കേരളത്തിലാണ്. ഇത് ലിങ്ക്ഡിൻ്റെ മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു അസാധാരണത്വമാണ് അല്ലേ? ഇതൊരു മൈഗ്രേഷനാണ്. റിട്ടേൺ ഓർ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ്. അവർ തിരിച്ചു വരുന്നു, ഇവിടെ ജോലിയിലേക്ക് കയറുന്നു, പുതിയ സംവിധാനങ്ങൾ വരുന്നു, ചിലർ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഈ മാറുന്ന കേരളം കുറെ കൂടി വിസിബിൾ ആവുക പ്രധാനമാണ്. മാറുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് തന്നെ വേറെ ചില ഒട്ടും ഹിതകരമല്ലാത്ത മാറ്റങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നതായി ആശങ്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇത് ഒരു കൺസിസ്റ്റന്റ് ആണ്, എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അതിൻ്റെ ഒരു ഹിതകരമല്ലാത്തെന്ന് ഉദ്ദേശിച്ചത് അല്ല, ഇപ്പോൾ സോഷ്യൽ ലെവലിലുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മുടെ വേണു രാജാമണി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ ഒരിക്കലും കമ്മ്യൂണലായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സസിനെ ഒന്നും നമ്മൾ ഒരിക്കലും ഇവിടെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. വളരെ ശരിയായ കാര്യം. അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഞാൻ പറയുന്ന യുക്തിയെയും അല്ലെങ്കിൽ സയൻസിനെയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് കേരളം തിരിച്ചു പോകുന്നു. നമ്മുടെ നവോത്ഥാനം, പലരും പറയുന്നതാണ്, നമ്മുടെ നവോത്ഥാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ക്രൈ അത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ മിനിസ്റ്റർ. അപ്പം അത് എങ്ങനെയാണ്, ഈ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണോ അതോ? ഈ കുറച്ച് ഇന്ത്യയിലാകെ നടക്കുന്ന മാറ്റങ്ങളുണ്ട്, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളുണ്ട്, തിരിച്ചുപോക്കുകളുണ്ട്. അത് കേരളം കുറെ പ്രതിരോധിച്ചും വെക്കുന്നത്. കേരളത്തിൽ മാറുന്നില്ല എന്നല്ല, മാറുന്നുണ്ട്. ഇത്തരം ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നവരെ പ്രീണനത്തിൻ്റെ ആളുകളായി സ്ഥാപിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ നിൽക്കുന്ന അപ്പോൾ അവർ ഹിന്ദുത്വയുടെ ആളാണ്, ഇവർ ഹിന്ദുത്വയുടെ. ഒരു മതനിരപേക്ഷ കേരളം രൂപപ്പെടുത്തുന്നതിൽ ജീവൻ നൽകിയും നിലപാട് സ്വീകരിച്ച ആളുകളെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളാകാം, സംഘടനകളാകാം, അവർ യഥാർത്ഥത്തിൽ മറ്റവർക്കുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിരോധത്തെ ഇല്ലാതാക്കാനാണ് അവരുടെ ഈ പ്രതീതികളിലൂടെ അവർ ശ്രമിക്കുന്നത്.
ഞാൻ എന്തായാലും നമ്മൾ രാഷ്ട്രീയം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ 1000 ഏക്കറിൽ ഒരു ഗ്ലോബൽ ഗോൾഡ് സിറ്റി സ്ഥാപിക്കാൻ പോവുകയാണ്. വലിയ ഒരു 3.7 lakhs crores ഫിനാൻഷ്യൽ ലേ ഓവർ വരുന്ന പദ്ധതിയാണ്. അപ്പോൾ അവർ വന്നു, ഞങ്ങളെ കണ്ടു. EOU ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അവർ വിസ്തീരിച്ചു, ഞങ്ങൾ പല സ്റ്റേറ്റും വിളിച്ചു, ഞങ്ങൾ അവിടെ ഇല്ല, ഇവിടെയാണ് കേരളം, പുറത്തുള്ളവരാണ്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അവരെല്ലാം നല്ല ഇൻസെൻറ്റീവൊക്കെ തരാനുള്ള സാമ്പത്തികമായി, ഞങ്ങൾക്ക് അത്രയും തരാൻ ഉണ്ടാവില്ല, നിങ്ങൾ എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു? അപ്പോൾ അവർ പറഞ്ഞു, വി ഹാവ് 2 reasons. One, the best law and order states. Okay. Second, best communal harmony. Okay. ഞങ്ങൾക്ക് ചില സ്റ്റേറ്റ് നോക്കിയപ്പോൾ ചില മതക്കാർക്ക് താമസിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. കേരള ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, ദ ഓൺലി വൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇതും കൂടി ഒരുപക്ഷെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കുമോ എന്നുള്ളതും കൂടി എനിക്കൊരു സംശയമുണ്ട്. കാരണം റിയാലിറ്റിയിലേക്ക് വന്നിട്ട് തന്നെയാണോ ആ ചെക്ക്? കാരണം റിയാലിറ്റിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എന്നാലും അത് ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആ പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും വ്യവസായ വകുപ്പ് നടത്തിയ ശ്രമങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വളരെയധികം നന്ദി മിനിസ്റ്റർ, ഞങ്ങളോട് ചേർന്നതിന്. താങ്ക് യു.